കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മൊത്തത്തിൽ ഒന്ന് സഞ്ചരിക്കുകയുണ്ടായി. ഞങ്ങള് നിലമ്പൂര് പോയപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വാഹനങ്ങൾ, രാഷ്ട്രീയക്കാരുടെ വാഹനങ്ങൾ, അതിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളെയും ഇങ്ങനെ ചേർത്ത് സൈഡിലേക്ക് നിർത്തി പേര് ചോദിച്ച് ഡിക്കി പരിശോധിച്ച് കടത്തിവിടുന്ന സമ്പ്രദായം നേരിൽ കണ്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് രാഹുൽ ഷാഫി ഷോയുടെ ആ ഒരു വലിയ വിഷയത്തെക്കുറിച്ച്. പല മാധ്യമങ്ങളും അതിനെ പ്രതികൂലമായി ഷാഫിയെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും വലിയ രീതിയിൽ ആക്രമിക്കുന്നുമുണ്ട്. സത്യത്തിൽ അത് നേരിൽ കണ്ട് അത് അനുഭവിച്ചറിഞ്ഞ് ആ ചെക്കിങ്ങിന് വിധേയനായ ഒരാള് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ ഞങ്ങളും വ്യക്തിപരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി അതിലൂടെ കടന്നു പോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീർത്തും അവിടെ നടക്കുന്ന എല്ലാ ആളുകളെയും അവർ പരിശോധിച്ച് തന്നെയാണ് കടന്നു പോകുന്നത്. ഷാഫിയെയും രാഹുലിനെയും അതേപോലെ തന്നെ പരിശോധിക്കുമ്പോൾ പെട്ടിയെടുത്ത് താഴെ വെച്ചിട്ട് നിങ്ങൾ ഇനി പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. രാഹുൽ പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, നിന്റെ സർവീസ് ബുക്കിൽ ഞാൻ പാരിതോഷികം തരാം, നിന്നെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ജനവിധി ദിവസങ്ങൾക്കകം നിലമ്പൂർ മണ്ഡലം രേഖപ്പെടുത്താനിരിക്കുമ്പോൾ പോലും ഇത്രമേൽ അഹങ്കാരവും അഹന്തയും ഈഗോയും വെച്ച് പുലർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്യാൻ ഷാഫിക്കും രാഹുലിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും രീതിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. കാരണം അത്രമേൽ വലിയ അഹന്തയ്ക്കും ഈഗോയ്ക്കും അഹങ്കാരത്തിനുമൊക്കെ ഉള്ള ആളുകളായി മാറിയിരിക്കുകയാണ് ഷാഫിയും രാഹുലും. ശരിക്കും ഷാഫിയെ ഈ രാഹുല് കൂടി അബദ്ധത്തിൽ ചാടിക്കുമെന്ന് പറയാതെ വയ്യ. കാരണം രാഹുല് പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം രാഹുൽ ഇങ്ങനെ വലിയ രീതിയിൽ എന്തോ ഞാൻ ആയിത്തീർന്നു എന്ന് പറയുന്ന രീതിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ഉറപ്പിച്ച രീതിയിൽ രാഹുലാണ് അതിൻ്റെ എല്ലാം വലിയൊരു ഫാക്ടർ എന്നുള്ള രീതിയിൽ അൻവറിനെ പോയി ഒറ്റയാനായി കണ്ടപ്പോ, വി ഡി സതീശൻ ശാസിച്ചപ്പോ ഒക്കെ ഒരു റിബലായി ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് പാർട്ടിയുടെ മേൽ വളരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇത്രമേൽ വലിയ ജനസ്വീകാര്യത എനിക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ നടക്കുകയാണ്. അപ്പോ എൻ്റെ മേൽ ഒരു വലിയ പരാമർശം നടത്താൻ, എൻ്റെ മേൽ ഒരു വിലക്കേർപ്പെടുത്താൻ, എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അത്രമേൽ ശക്തിയില്ല എന്ന് ഉള്ളിൽ വിചാരിച്ചിരിക്കുന്ന പോലെയാണ് രാഹുൽ. ഷാഫി ഇങ്ങനെ കൈകൊണ്ട് മാറ്റി നിർത്തുക രാഹുലിനെ, മതി നീ സംസാരിച്ചു എന്നുള്ള രീതിയിൽ. ആ പുറകോട്ട് വലിച്ചതിന് ശേഷമാണ് രാഹുൽ പറയുന്നത്, നിന്റെ സർവീസ് ബുക്കിൽ ഞാൻ ഒരു ഓർമ്മക്കുറിപ്പ് നൽകും, നീ കാത്തുവെച്ചോ, നിന്നെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ. നിലമ്പൂരിലെ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ബോധമുള്ളവർ, കേരളത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. രാഹുലെ തികഞ്ഞ ഒരു അഹങ്കാരിയായി മാറിയിരിക്കുന്നു നിങ്ങൾ. വോക്സ് മീഡിയ തന്നെ രാഹുലിന്റെ ഒരു വിഷയത്തില് ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും വലിയ മിതത്വത്തോടെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു ബ്രോയാണ്, നിങ്ങൾ വലിയ രീതിയിൽ ഈ നാടിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷേ ഇനി നിങ്ങളെ ശക്തമായി വിമർശിക്കാതെ ഇടമില്ല, തരമില്ല. കാരണം അത്രമേൽ വലിയ ഒരഹന്തയായി നിങ്ങൾ ഇങ്ങനെ അവശേഷിക്കുകയാണ്. പാർട്ടിക്കുമേൽ വളരുന്ന രീതിയിൽ, ജനത്തിനുമേൽ വളരുന്ന രീതിയിൽ നിങ്ങൾ എല്ലാത്തിനും അതിജീവിച്ച അതികായനായി ഒരു പരകായ പ്രവേശം നടത്തിയ രീതിയിൽ അനുവദിക്കില്ല ഇത്. ഷാഫി എന്ന് പറയുന്ന ആൾ ഇനിയെങ്കിലും രാഹുലിന്റെ കൂട്ടുകെട്ട് മാറ്റിവെച്ച് ഈ അലമ്പ് പിള്ളേര് കാണിക്കുന്ന പോലെ ഈ കോളേജ് രാഷ്ട്രീയമല്ല നിലവിലെ ഈ ഒരു വലിയ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കി ഷാഫി പഴയകാല പക്വതയിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ഷോഫി എന്ന് അടക്കം പറയുന്ന കേരളം നിങ്ങളെ പരിപൂർണമായി ആ പേര് ചാർത്തി തരും. നിങ്ങൾ സ്വയം ചിന്തിക്കുക. രാഹുലിനൊപ്പം ഈ ഷോക്കേസ് പരിപാടി തുടരണോ, അതെയോ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന പക്വമായ നിലപാടിലേക്ക് തിരിച്ചു പോകണോ? കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ ശാസിക്കേണ്ട, മൂക്കുകയറിടേണ്ട സമയം ഒരു മിനിറ്റ് പോലും ആകാതെ നടത്തുകയും ചെയ്യുക.